ये दिमागी नक्सल मौके की तलाश में है. ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു അധികാരി ഒരു വാക്കു പറയുന്നു. ആ വാക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഡിജിറ്റൽ ലോകം ഏറ്റെടുക്കുന്നു. അതിനെ ഒരു ട്രെൻഡാക്കുന്നു, പ്രതിരോധത്തിന്റെ ആയുധമാക്കുന്നു. നേരത്തെ പാറ്റകൾ എന്ന് വിളിച്ചപ്പോൾ ഉയർന്നു വന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നമ്മൾ കണ്ടതാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലേക്ക് വരെ നയിച്ച ശക്തമായ യുവജന മുന്നേറ്റമായി അത് മാറിയതും നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ അതേ മാതൃകയിൽ മറ്റൊരു പേജ് കൂടി സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാവുകയാണ്. പേര് ദിമാഗി നക്സൽ പാർട്ടി. എന്താണ് ഈ ദിമാഗി നക്സൽ പാർട്ടി, ആരാണിതിന് പിന്നിൽ എന്നൊക്കെ നോക്കാം. സംഭവം തുടങ്ങുന്നത് അങ്ങ് ചെങ്കോട്ടയിലെ ചുവരുകളിൽ നിന്നാണ്. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പരാമർശമാണ് ഇതിന്റെ മൂല കാരണം. രാജ്യത്ത് ആയുധമേന്തിയ നക്സലുകളെ അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും ചിലരുടെ തലച്ചോറിൽ നക്സലിസം ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ദിമാഗി നക്സലുകൾ എന്നാണ് അദ്ദേഹം ആ വിഭാഗത്തെ വിശേഷിപ്പിച്ചത്. लेकिन हथियारी नक्सल तो गए, लेकिन दिमागी नक्सल, ये दिमागी नक्सल मौके की तलाश में है. സമൂഹത്തിൽ അശാന്തി പടർത്താൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ തിരഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയ ഇതിനോട് പ്രതികരിച്ചത് മറ്റൊരു തലത്തിലാണ്. പ്രസംഗം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് പ്രത്യക്ഷപ്പെട്ടു. ദിമാഗി നക്സൽ പാർട്ടി. തുടങ്ങിയത് ആരാണെന്ന് വ്യക്തമല്ലെങ്കിലും സ്ഥാപകന്റെ സ്ഥാനത്ത് നൽകിയിരിക്കുന്ന പേര് ഒരു ദിമാഗി ഇന്ത്യക്കാരൻ എന്നാണ്. പക്ഷേ കണ്ടു നിൽക്കെ പേജ് അങ്ങ് ഹിറ്റായി മാറിയിട്ടുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയത് 50,000-ലധികം ഫോളോവേഴ്സ്. ചിന്തിക്കുക, ഗവേഷണം ചെയ്യുക, പ്രതിരോധിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന മുദ്രാവാക്യം. സർക്കാരിന്റെ തീരുമാനങ്ങളെയും നയങ്ങളെയും കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ചോദ്യം ചെയ്യുക എന്നതാണ് പേജിന്റെ രീതി. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കഥയുണ്ട്. കഴിഞ്ഞ മെയ് 15-ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശം. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളായ യുവാക്കളെ അദ്ദേഹം പാറ്റകളോട് ഉപമിച്ചപ്പോൾ അതിൽ നിന്ന് ഉടലെടുത്തതായിരുന്നു അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലുള്ള CJP. ആ സമരം രാജ്യത്ത് വലിയ അലയൊലികൾ സൃഷ്ടിച്ചു. ഇപ്പോൾ അതേ മാതൃകയിൽ ദിമാഗി നക്സൽ എന്ന വാക്കും ഡിജിറ്റൽ ലോകത്ത് ഒരു പ്രതിരോധ ട്രെൻഡായി മാറുകയാണ്. അധികാര കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ തന്നെ ആയുധമാക്കി മാറ്റി തിരികെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പുതിയ തലമുറയുടെ രാഷ്ട്രീയമാണ് ഇവിടെ കാണുന്നത്. ഈ പുതിയ ട്രെൻഡ് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ അതോ CJP പോലെ തെരുവുകളിലേക്ക് പടരുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.